ഓട്ടോ ആക്സസ് ആവുകയല്ലേ ഈ ക്ലാസ്സിന്? ഇവിടുന്ന് അഡ്മിറ്റ് ഓളില്ലേ? എനിക്കെന്ത് പ്രത്യേകത? അതൊന്നും ചെയ്തോ. ബാക്കി എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് വേണ്ടെന്ന അഭിപ്രായം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തമ്പ് കാണിച്ചേ. ഗുഡ്. യു സായി കൃഷ്ണ, ക്യാൻ യു ഹിയർ മീ? ഗുഡ്. ഹന്ന, ഗുഡ് മോർണിംഗ്. Good morning, Miss. Good morning, Miss. Good morning. Adul. Good morning, Miss. Can you hear me? Okay. Adityan. Adityan. വിദ്യാർത്ഥികളൊക്കെ മറന്നുപോയോ? വിദ്യാർത്ഥികളെ ഇത്ര നാളെ ഹിന്ദിയൊക്കെ കിട്ടില്ല. ഹിന്ദി ടെക്സ്റ്റ് കാണുന്നില്ല. വിദ്യാർത്ഥികളൊന്നും എഴുതാമോ വേഗം നോട്ട് ബുക്കിൽ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. Good morning, Miss. Good morning. Good morning, Miss. Good morning. ഇന്ന് ആദിത്യന്റെ പിറന്നാളാണ്. Oh yes, Adit, happy birthday to you. Thank you, Miss. Okay. ടീച്ചറെ വിളിക്കുന്നുണ്ടോ പാർട്ടിക്ക്? അൺമ്യൂട്ട് ചെയ്യും മോനെ. പാർട്ടി ഒന്നും ചേർന്ന് നടക്കും. എന്നാലും ചേച്ചിയൊക്കെ വരൂലേ, ആന്റിയൊക്കെ വരൂലേ അങ്ങോട്ട്? അറിയില്ല. അറിയില്ല അറിയില്ല അല്ലേ? ലക്ഷ്മി പ്രിയ. Yes. How are you? Fine. Thank you. ചായയൊക്കെ കുടിച്ചോ? Yes. ഗ്രേസ്, ഗ്രേസ്, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ല. അക്ഷരങ്ങളേതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിച്ചിട്ട് ഇരിക്കണ്ട കേട്ടോ. അക്ഷരങ്ങൾ അവിടെ ഒഴിവാക്കുക. ബാക്കിയുള്ളത് എഴുതും. അറിയുന്നത് വേഗം എഴുതും. Grace, good morning. Can you hear me? Grace. Yes, Miss. Okay, good. അക്ഷരങ്ങള് ഓർമ്മയില്ലാത്ത അക്ഷരങ്ങൾ അവിടെ വിട്ടേക്കും. നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് Yes, Miss. Okay, okay, good. Edwin. മാറി. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങൾ Yes, ഓർമ്മയിൽ Miss. എങ്ങനെ, എന്ത് പറയുന്നു? സുഖാണോ? Yes. ആണോ? ഓക്കെ. Good morning, Shahana.
ഷോണേ ഒരക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? അൻപതിയാ? എത്ര അക്ഷരങ്ങള്? മക്കളെ അവിടെ നിന്ന് നോക്കിയിട്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് 7 അക്ഷരങ്ങളെ Hello? മാത്രമേ എഴുതാവൂ. Hello? Can you hear me? Yes. Oh. Yes, miss. ഞാന് നിങ്ങളുടെ പുതിയ കണക്ക് ടീച്ചറാണ് കേട്ടോ. എൻ്റെ പേര് അന്നമ്മ ജോസഫ്. എന്താ പേര് പറഞ്ഞ ടീച്ചറിന്റെ? കേട്ടിട്ട് കേൾക്കത്തില്ല. പേര് പറഞ്ഞേ. നിങ്ങളെ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാന്ന് ചോദിച്ചാ ഉത്തരം പറയണ്ടേ? പേരെന്നാ ടീച്ചറിന്റെ? കേൾക്കുന്നില്ലല്ലോ. Annamma teacher. അന്നമ്മ ടീച്ചർ. ഓക്കെ. കണക്ക് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? മിടുക്കരാണല്ലോ. എല്ലാവർക്കും കണക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമല്ലേ? കണക്ക് വെറും സിമ്പിൾ അല്ലേ, കളികളല്ലേ ഉള്ളത് അല്ലേ? കണക്കിൽ കളികളല്ലേ ഉള്ളത് അല്ലേ? എന്താ ഉത്തരം പറയാത്തെ? ഉത്തരം പറഞ്ഞേ. ആണോ? കളിയാണോ കണക്ക്? അതെ അല്ലേ. കളിയിൽ ജയിക്കുന്നത് ആരാ? കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? പറ, ആരാ കണക്കില്? ആരാ കണക്ക് ചെയ്തിട്ട് ജയിക്കുന്നത് ആരാ? നമ്മളല്ലേ. അവരോരോ പ്രശ്നങ്ങൾ തരും, നമ്മളത് കണ്ടുപിടിച്ച് ഉത്തരം കൊടുക്കും അല്ലേ? അപ്പൊ ജയിക്കുന്നത് ആരാ? നമ്മളല്ലേ. നമ്മളല്ലേ ജയിക്കുന്നേ. അപ്പോൾ വി ആർ ദ വിന്നേഴ്സ് അല്ലേ? നല്ല രസമായിരിക്കില്ലേ അന്നേരം? ഇനി ഇൻ കേസ് നമ്മൾ ഒരു പ്രാവശ്യം പുറകോട്ട് പോയെന്ന് ഓർത്തോ, തോൽക്കുമല്ല കേട്ടോ, കുറച്ചൊന്ന് പുറകോട്ട് പോവാന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓടുമ്പോൾ ചിലപ്പം കുറച്ചും സ്പീഡ് കുറഞ്ഞു പോയല്ലേ, സ്റ്റാർട്ടിങ് ഇത്ര പ്രശ്നം വന്നെന്ന് ഓർത്തോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വേഗത കൂട്ടും അല്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? ആരാ മക്കളെ? പറ. നമ്മളല്ലേ. നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നല്ലേ? അല്ലാതെ എനിക്ക് കണക്ക് പഠിക്കാൻ വിഷമമാണ്, ആ കണക്ക് എനിക്ക് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് പുറകോട്ട് പോവോ? പുറകോട്ട് പോണ്ട കേട്ടോ. അതിനാ ടീച്ചർ ഉള്ളത്. അതിനാണ് നിങ്ങളെ സഹായിക്കാനാണ് ടീച്ചർ ഉള്ളത്. നിങ്ങളാ കണക്ക് ചെയ്യുന്നത്. ടീച്ചർ നിങ്ങളുടെ കൂടെ ഇരിക്കത്തേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ടീച്ചർ അല്ല കണക്ക് ചെയ്യുന്നത്, ടീച്ചർ അല്ല ഓടേണ്ടത്. ആർക്കാ സമ്മാനം കിട്ടണ്ടേ? മക്കൾക്കല്ലേ. അപ്പൊ ആരാ ഓടണ്ടേ? മക്കളല്ലേ. അപ്പൊ നിങ്ങളെ ഓടാൻ സഹായിക്കും. നിങ്ങളെല്ലാവരും ഓടി സമ്മാനം വാങ്ങുമ്പോൾ ടീച്ചർക്ക് സമ്മാനം കിട്ടും. അങ്ങനല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എപ്പോൾ എവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറയണം. ടീച്ചറെ, ഞങ്ങൾക്കിത് മനസ്സിലായില്ല. ക്ലാസ്സിൽ നമുക്ക് ആകെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, അന്നേരം ടീച്ചർക്ക് പറയാൻ പറ്റുക ടീച്ചർ പറഞ്ഞു തരാം, അല്ലെങ്കിൽ പേഴ്സണലായി ടീച്ചറെ വിളിച്ചാൽ മതി. അയ്യോ, ടീച്ചർ എന്നാ വിചാരിക്കും? അങ്ങനൊന്നുമില്ല. വിളിക്കുന്ന കുട്ടികളെയാണ് ടീച്ചർക്ക് ഇഷ്ടം അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ലക്ഷ്യം എന്താ? ഓടി ഫസ്റ്റ് എത്തണം, സമ്മാനം വാങ്ങണം അല്ലേ? ഇനി ടീച്ചർ ഒരു കാര്യം പറയാം. ടീച്ചർ പറയുന്ന കാര്യങ്ങള് മക്കള് അതുപോലെ കൃത്യമായിട്ടൊന്ന് അനുസരിച്ചാലുണ്ടല്ലോ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാം. ഒരു കാര്യത്തിനും ഡിലേ വെക്കരുത്. ഓക്കെ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ല ഇപ്പം വിശക്കുന്നു, ഓക്കെ, അതിനൊക്കെ ജസ്റ്റ് ഒരു കുറഞ്ഞ് കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറയണോ? ഓരോ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പും പ്രീവിയസ് ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് മാത്രമേ ടീച്ചറെ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാ. നമ്മൾ എന്ത് ചെയ്യണം? നാളെ എടുക്കാൻ പോകുന്ന വിഷയം ഇന്ന് തന്നെ മക്കളൊന്ന് വായിച്ചിരിക്കണം. നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ചിലപ്പം കുറച്ച് മനസ്സിലാവും. ഓക്കെ, ആ കുറച്ച് മനസ്സിലാവുന്നതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അല്ലാതെ നമ്മുടെ എത്രയുണ്ടോ അതിന്റെ കൂടെ കൂട്ടിയാൽ മതി. എനിക്കൊന്നും അറിയത്തില്ലെന്നല്ല, എല്ലാവരുടെ കയ്യിലും നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചില്ലേ, അപ്പൊ കണക്ക് നിങ്ങളുടെ തലയിൽ നല്ലോണം ഉണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും 6ാം ക്ലാസ്സിൽ എത്തിയത് അല്ലേ മക്കളെ? അല്ലേ? അപ്പം നമ്മുടെയിലുള്ള കാര്യങ്ങളെയാണ്
നമ്മൾ ഉപയോഗിക്കുന്നു. ടീച്ചറുടെ സഹായത്തോടു കൂടി അത് കുറച്ചുകൂടെ കൂട്ടിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. പുതിയതായിട്ട് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചതിനെ ഉപയോഗിക്കുക ചെയ്യുന്നത്. ഷഹാന ഷെറിൻ, can you hear me? ഷഹാന, yes, there is no response. Okay. ടീച്ചർ പറയുന്നതിന് പ്രതികരിക്കണേ, എന്നാലല്ലേ മക്കൾക്ക് മനസ്സിലായെന്ന് ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആദ്യത്തെ? അപ്പൊ എന്ത് ചെയ്യണമെന്നാ ടീച്ചർ പറഞ്ഞേ? ഓരോ ദിവസവും ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തലേ ദിവസം ടീച്ചർ എടുത്ത ക്ലാസ്, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം ടീച്ചർ എടുക്കാൻ പോകുന്ന ക്ലാസ് കൂടി, അതാണ് ഏറ്റവും ബെസ്റ്റ്. ടീച്ചർ എടുക്കാൻ പോകുന്ന ക്ലാസ് കൂടി നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ 2 പ്രാവശ്യം വായിക്കണം. അതിന്റെ കാര്യം എന്താണെന്ന് ടീച്ചർ പറയട്ടെ. നമുക്ക് അറിവുള്ളതിനെ കുറിച്ച് പിന്നീട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് അറിയാത്തതിനെ കുറിച്ച് ഒരാൾ പറയുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 1 or 2 പ്രാവശ്യം ആ ലെസൺസ് ഒന്ന് നിങ്ങളുടെ തന്നതായ രീതിയിൽ, ആരുടെ സഹായം വേണ്ട കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ സഹായം ഒന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റും. ടീച്ചർക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങൾ 5ാം ക്ലാസ് വരെ കണക്ക് പഠിച്ചിട്ടല്ലേ ആരിലോട്ട് വന്നേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അറിയാണ്ട് അവിടെ അടച്ചു വെച്ചേക്കുക. അത് വേണ്ട കേട്ടോ. നിങ്ങൾ ടീച്ചർ എടുക്കാൻ പോകുന്ന പാഠഭാഗം 1 or 2 തവണ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി. ഇനി ഒന്നും മനസ്സിലായില്ല, വിഷമിക്കണ്ട, ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ, ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണല്ലോ, അപ്പൊ എനിക്ക് കുറച്ചറിയാം, അത്രയും മതി. ആ കുറച്ചറിവിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഉണ്ട്. ഗുഡ്. ഓക്കെ. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ടീച്ചർ എടുക്കാൻ പോകുന്ന പാഠം നമ്മൾ 1 or 2 തവണ വായിച്ചിരിക്കണം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. കാരണം മക്കളെ, നമ്മൾ വീടൊക്കെ കെട്ടുമ്പോൾ തറ ആദ്യം പണിയുന്നല്ലേ. തറ കെട്ടാതെ അതിന്റെ മുകളിൽ കൊണ്ട് കല്ല് പെറുക്കി വെക്കാൻ പറ്റുമോ? എങ്ങനെ ഇരിക്കും? ഇടിഞ്ഞിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് വെച്ചാൽ തന്നെ അത് താഴ്പോല്ലേ. അത് ആദ്യം നമുക്ക് ബേസ് വേണം. നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനെ ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ. നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണക്കിനെ കുറിച്ച്, എല്ലാ വിഷയത്തെ കുറിച്ചും. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് എന്ത് പറ്റും? കരിക്കട്ട കാണുന്നില്ലേ? നമ്മൾ ചില കരിക്കട്ടയിൽ പുറമേ നോക്കുമ്പോൾ അത് കരിക്കട്ടയായിരിക്കും. പക്ഷെ അത് നമ്മൾ ഊതി കഴിയുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് തീ വരാൻ തുടങ്ങും, സ്പാർക്ക് വരും, തീ വരും അല്ലേ. ഇതുപോലെ നമ്മുടെ തലച്ചോറിൽ ഒരുപാട്, ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നമ്മുടെ തലച്ചോറ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനെ ഉപയോഗിക്കാതിരുന്നാൽ എന്ത് പറ്റും അല്ലേ? നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊരു ഉപകരണം ഉണ്ട്, അത് കത്തിയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതല്ല അല്ലേ? നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അത് തുരുമ്പ് പിടിച്ച് അത് ഉപയോഗിക്കാൻ പറ്റാണ്ട്, പിന്നെ മൂർച്ച ഉണ്ടാവില്ല. പിന്നെ നമുക്കതിനെ ഉപയോഗിക്കണമെങ്കിൽ എന്തിനും ഷാർപ്പൺ ചെയ്യേണ്ടി വരും അല്ലേ. ഇതുപോലെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ബ്രെയിനിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കാത്തോണ്ടാ മക്കളെ നമുക്ക് എനിക്കത് പറ്റൂല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ വാക്ക് ഉപയോഗിക്കണ്ട, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ. നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ടീച്ചർ നിങ്ങളുടെ കൂടെ ഉള്ള, ഓക്കെ, ഏത് പ്രശ്നം വന്നാലും ടീച്ചറോട് ചോദിക്കാം, ടീച്ചർ എനിക്കത് മനസ്സിലായില്ല. ആർ യു റെഡി? യാ, ഗുഡ്. ഓക്കെ. നമുക്ക് let us start our today. Let us start. Are you ready? Okay. All of you take test book. എല്ലാവർക്കും ബുക്സ് കിട്ടിയില്ലേ? ഗുഡ്. ആദിത്, സായി കൃഷ്ണ, where is your book? Yeah, good. എഡ്വിൻ, ഓക്കെ. എല്ലാവർക്കും നോട്ട് ബുക്ക് ഇല്ലേ കയ്യില്? ഷോ മീ യുവർ നോട്ട്ബുക്ക്. ഗുഡ്. ഇനി ടീച്ചർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മുടെ താഴെ വീണ് പോയെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് വേറൊരാൾ നമുക്ക് കണ്ടുപിടിച്ച് തന്നു. അന്നേരം ഇത് എന്റേതാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം. ടീച്ചർ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, നമ്മുടെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. 6ാം ക്ലാസ്സിലാണ് നിങ്ങൾ, ടീച്ചർക്ക് അറിയാം, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്ന മക്കളുമാ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നോട്ടും ടെസ്റ്റും കവർ ചെയ്യണം. നെയിം സ്ലിപ്പ് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, വാങ്ങുമൊന്നും വേണ്ട കേട്ടോ. 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായില്ലേ, നെയിം സ്ലിപ്പ് എഴുതി ഒട്ടിച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ കണക്കിന് നോട്ട് ബുക്ക് നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ പെൻ, പെൻസിൽ,
ഇറേസർ, ഇതൊക്കെ സ്കെയില്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ കമ്പൽസറി ആണ്. അത് എടുക്കാൻ ടീച്ചർ ഇടയ്ക്ക് വിടൂല. എന്തൊക്കെയാ വേണ്ടേ? പെൻ വേണം, പെൻസിൽ വേണം, റബ്ബർ വേണം, എല്ലാം വേണം. ഇടയ്ക്ക് പോകാൻ പറ്റില്ല. സ്കെയിൽ മസ്റ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്രയോൺസ് കളർ ഇഷ്ടമാണെങ്കിൽ കളർ യു ക്യാൻ യൂസ് കളർ. ഓക്കെ, കളറും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നോട്ട് ബുക്കിന്റെ ഫ്രണ്ട് പേജിലെ ഇൻഡെക്സ്, അവിടെ ഓരോ പാഠത്തിന്റെ പേര് ഹെഡിങ്സ് അവിടുത്തെ ഉണ്ടായിരിക്കണം. അതുപോലെ പേജ് നമ്പറും എല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അത് മനസ്സിലാ, ലെസൺസ് മാത്രം മതി. പിന്നെ വേറൊരു കാര്യം, നോട്ട് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മാർജിനിൽ ഡേറ്റ് കമ്പൽസറി ആണ്. നിങ്ങളുടെ ടെസ്റ്റിലും നോട്ടിലും ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ടെസ്റ്റിലും ഡേറ്റ് കൃത്യമായി എഴുതണം. ടീച്ചർ പോർഷൻ തീരുമല്ലോ, പോർഷന്റെ അടിയിൽ ഒരു വരയിട്ടിരിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ടീച്ചർ ഇടയ്ക്ക് പറയും, ടീച്ചർ ഇത്രാം തീയതി പഠിപ്പിച്ച പാഠഭാഗം ഏതാ, അല്ലെ നോട്ട് ബുക്കിൽ പാഠഭാഗം ചോദിക്കുമ്പോൾ ആ ഡേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടീച്ചർക്ക് അത് എടുത്ത് കാണിക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, 2-ാം തീയതി പഠിപ്പിച്ച പാഠഭാഗം ഏതാ. അപ്പം ടെസ്റ്റിലും നോട്ടിലും ഡേറ്റ് കമ്പൽസറി ആണ്. അത് വളരെയധികം ഉപകാരം നമുക്ക് തരും. നമുക്ക് ഏതെങ്കിലും നോട്ട് മിസ്സായി പോവോ, ഏതെങ്കിലും പോർഷൻ വേണം, ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എളുപ്പം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമോ ഗ്രേസേ? ചെയ്യോ ഗ്രേസേ? ഗുഡ്, ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യണം. അപ്പം നമ്മുടെ ബുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? നല്ല രീതിയിൽ കവർ ചെയ്ത് നെയിം സ്ലിപ്പ് കൊടുത്തിട്ട് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ഓരോ ദിവസത്തെയും പോർഷൻസ് മാർക്ക് ചെയ്ത് റെഡി. ടീച്ചർ പറഞ്ഞ പോലെ പോർഷൻസ് വായിച്ചിട്ടും വരണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മിസ്സേ, എന്തോ മിസ് പറഞ്ഞു ഈ പാഠത്തിന്റെ പേരൊക്കെ എവിടെ എഴുതണ്ടേ? നമ്മുടെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ ഇൻഡെക്സ് ഇല്ലേ, ആ ഫസ്റ്റ് പേജ് ഇൻഡെക്സ് ടൈറ്റിലാ? അവിടെ ഫസ്റ്റ് പേജിൽ തന്നെ. ഓക്കെ ഓക്കെ, അവിടെ തന്നെ നമ്പർ ഡേറ്റ് കൊടുത്തിട്ടില്ലേ, സബ്ജക്റ്റ് ഒക്കെ കൊടുത്തിട്ടില്ലേ, അവിടെ എന്തോ പറ കേട്ടില്ല. മുഹമ്മദേ, നോട്ട് ക്ലിയർ. പ്രോപ്പർലി. ഇനി പറ, എന്താ പറഞ്ഞേ? മോന്റെ നോട്ട് ബുക്ക് എടുത്തേ, അതിന്റെ ഫ്രണ്ട് പേജ് എടുത്തേ, ആ ഇൻഡെക്സ് പേജ് അവിടെ കണ്ടില്ലേ? ആ കോളൊക്കെ ഒന്ന്, ആ പേജ് ഒന്ന് വായിച്ചു നോക്കിക്കേ. മിസ് ഓരോ പാഠവും പഠിപ്പിക്കുന്ന ഡേറ്റ് ആണോ? ഇവിടെ കണ്ടോ, നമ്പർ ക്യാൻ യു സീ? നമ്പർ 1, ഡേറ്റ്, സബ്ജക്റ്റ്, പേജ് നമ്പർ, ഓക്കെ, ലാസ്റ്റ് ടീച്ചർ സൈൻ. നിങ്ങൾ 6-ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പിന്നെ മുക്കൊന്നും കാണിക്കാതിരുന്നേ. ഓക്കെ, ഇതുപോലെ ഇതുണ്ടോ, നോട്ട് എഴുതുമ്പോഴും ഹെഡിങ് ചാപ്റ്റർ 1 എഴുതുക, ഇവിടെ ഡേറ്റ് എഴുതുക. ഓക്കെ, ഓരോ ക്ലാസ്സിലും അങ്ങനെ വേണം. ഇതുണ്ടോ, സെക്കൻഡിലും ഇതുപോലെ തന്നെ വേണം. Can you hear? സായി കൃഷ്ണ, ഓ, ഈ ടൈറ്റിലിന്റെ എവിടെയാണ് ഓരോ പാഠഭാഗത്തിന്റെ ഇത് എഴുതണ്ടേ? യെസ് യെസ്. ഇനി മക്കളെ, നമുക്ക് സമയമില്ലാത്തോണ്ട് ക്ലാസ് തുടങ്ങാം. നിങ്ങൾ ഓരോരുത്തരും ടീച്ചർ പരിചയപ്പെട്ടോളാം കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ നമ്മുടെ ബുക്കിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ബുക്കിന്റെ വലിപ്പം കണ്ട് പേടിച്ചു പോണ്ട കേട്ടോ. ബുക്കിന്റെ വലിപ്പം കണ്ടിട്ട് പേടിച്ചോണ്ട് ഇത്രയും ഞങ്ങൾ പഠിക്കണമെന്ന് ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത്രയും ബുക്ക് ഞങ്ങൾ പഠിക്കേണ്ടതാണോ? നോ പ്രോബ്ലം. ഓക്കെ, ഇത് വളരെ കുറച്ച്. ടീച്ചർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളെ പഠിപ്പിച്ചോളാം. ടീച്ചർ പറയുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി, കണക്ക് ഈസി ആവും നിങ്ങൾക്ക്. ടീച്ചറിന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും വാങ്ങാം. വേണ്ടേ? ടീച്ചർ പറയുന്ന പോലെ കേൾക്കണം. ഈ ബുക്ക് കണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ബോർഡിൽ ചെയ്ത് നിങ്ങൾ അത് കോപ്പി ചെയ്യുകയൊക്കെ അല്ലേ ചെയ്യുന്നത്.
പക്ഷെ നമ്മുടെ ഈ ബുക്കിലെ എല്ലാ പാഠത്തിലും ആ കാര്യങ്ങൾ നടക്കത്തില്ല. നിങ്ങളെ ടീച്ചർ പഠിപ്പിക്കുമ്പം ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പെൻസിൽ യൂസ്വലി പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടീച്ചർ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ആ നോട്ട് നിങ്ങൾ പകർത്തി അതിനകത്ത് തന്നെ ഹോംവർക്ക് ഉണ്ട്. ടീച്ചർ തരുന്ന നോട്ട് ബുക്കിൽ തന്നെ ഹോംവർക്കും ഉണ്ട്. അത് ചെയ്തിട്ട് ടീച്ചർക്ക് നിങ്ങൾ നോട്ട് കണ്ടോ ഇല്ലയോ എന്ന് ടീച്ചർ അന്ന് തന്നെ നോക്കും. ഇനി നെക്സ്റ്റ് വെനസ്ഡേ ആണ് നമ്മുടെ ക്ലാസ് വരാൻ പോകുന്നത്. അതിന് മുമ്പ് 2 ദിവസത്തിൽ, അതായത് ടീച്ചർ ബുധനാഴ്ച ഒരു വെള്ളി ശനി ആകുമ്പോഴത്തേക്ക് എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചർക്ക് അയച്ചേക്കണം. നിങ്ങൾ ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് അയച്ചാലേ ടീച്ചർ അടുത്ത ക്ലാസ് എടുക്കുകയുള്ളൂ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങളെ നോട്ട് നോക്കുമോ? ഞാൻ നോക്കും, എന്നാലേ നിങ്ങൾക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങൾ നോട്ടിൽ ഒന്നും ചെയ്യണ്ട, ഞാൻ സ്ക്രീനിൽ ഒന്നും ചെയ്തു തരുന്നില്ല, ഓൺലി ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ആ രീതിയിൽ പോയാൽ മാത്രമേ ഈ പാഠം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ആർ യു റെഡി? കണക്ക് എളുപ്പം കേട്ടോ, നമ്മൾ വേഗം പഠിക്കും. ഓക്കെ, ടേക്ക് യുവർ ബുക്ക്. First chapter, knowing our numbers. What is knowing our numbers? Good. In this lesson, here is a competition between numbers. Competition between നമ്പറുകൾ തമ്മിൽ ഒരു മത്സരമാണ്. എന്താണെന്നറിയണോ? ആരാ വലുത് ആരാ ചെറുതെന്നുള്ളൊരു മത്സരമാണ്. റെഡി? മനസ്സിലായോ? നമ്പറുകൾ തമ്മിൽ മത്സരമാണ്. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് വലുത് ആരാണ് ചെറുതെന്ന്. റെഡി? നമ്മളാ ജഡ്ജസ്, നമ്മളാ തീരുമാനിക്കുന്നത് ആരാ വലുത് ആരാ ചെറുത്. നമ്പറുകളോട് അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. നമുക്കതിന് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് വലിയവരെന്നും എങ്ങനെയാണ് ചെറുതെന്നും, ആരാണ് വലുതെന്നും ആരാണ് ചെറുതെന്നൊക്കെ. അപ്പൊ റൂൾസ്: ഫസ്റ്റ് വി കൗണ്ട് നമ്പർ ഓഫ് ഡിജിറ്റ്സ് in that number. നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളിലെ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യണം. വാട്ട് യു നോ ഡിജിറ്റ്സ്? നമ്പേഴ്സ്. ദാറ്റ് നമ്പേഴ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യണം. റെഡി? ലുക്ക് ഹിയർ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അറബിയുടെ ക്ലാസ് ഇന്നു മുതൽ ഉണ്ടാകും. ഈ ക്ലാസ് കഴിഞ്ഞ പാടെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്പർ പങ്കെടുക്കണേ. ഈ ക്ലാസ് കഴിഞ്ഞ 92. വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കില്ലേ? ഫസ്റ്റ് നമ്പർ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അറബിയുടെ ക്ലാസ് ഇന്നു മുതൽ ബുധനാഴ്ച 7:45 പുളിങ്ങോത്തെയും പാടിച്ചാലും എല്ലാ സ്ഥലത്തെയും കുട്ടികൾ പങ്കെടുക്കണം. പരമാവധി കുട്ടികൾ പങ്കെടുക്കണം. ജസ്റ്റ് എപ്പോഴെങ്കിലും ഗൾഫിലൊക്കെ പോകേണ്ടി വന്നാൽ അറബിയുടെ ഒരു അത്യാവശ്യ എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ലിങ്ക് ആണ്. ആ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. Okay. Then first number 92, second number 392, third number 4456, last number 89,742. Ready? In this number we have 1, 2, 3, 4 numbers. അല്ലേ? നമ്മൾക്ക് സൗണ്ട് കുറവാണോ? ഇപ്പോഴോ? റെഡി? കേൾക്കാം. ഓക്കെ, ഗുഡ്. അപ്പോൾ in this 92, 392, 4456, 89,742, who is the greatest? Answer is there. Who is the greatest? Which number? 89,742. നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഈ 89,742 വലുതെന്ന് എങ്ങനെയാ മനസ്സിലായേ? നമ്മൾ അതിലെ നമ്പർ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യണം. നോക്കിക്കേ, 92 has only 2 digits. 392 has 3 digits. Like 4,456, 4 digits. Then 89,742, 5 digits. അപ്പോൾ who is the greatest number here? What is the greatest? Yeah. അപ്പോൾ 89,742 greatest because ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളത്.
Okay. Then next number, look. 1902, 1920, 9201, 9021, 9210. Look here. All numbers have 4 digits. Okay. അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വലുതാണോ ചെറുതാണോ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാ? എല്ലാം നമ്മൾ ആ ടീച്ചർ ആദ്യം പറഞ്ഞു നമ്മൾ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നോക്കിക്കേ, എല്ലാം how many numbers, how many digits? 4. So then already studied about this place value. Okay, place value പഠിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഉപയോഗിക്കേണ്ട കാര്യം, രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആയിരുന്നു. ഇനി അത് ശരിയാവില്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത്തായിട്ട് എന്ത് ചെയ്യും? പ്ലേസ് വാല്യൂ ചാർട്ട് ഉപയോഗിക്കും. ഇനി നോക്കുക, 4 നമ്പർ ആകുമ്പം 2 ഇൻസ് 1's പ്ലേസ്, 0, 10's പ്ലേസ്, 9, 100 and 1000 അല്ലേ? അപ്പോൾ 1000 ഇനി നോക്കുമ്പോൾ 4 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 1000ന്റെ സ്ഥാനത്തുള്ള ആളെയാണ് നമ്മൾ നോക്കുന്നത്. 1000ന്റെ സ്ഥാനത്ത് എല്ലാവരും 1. പിന്നെയും പ്രശ്നം വന്നില്ലേ അല്ലേ? 1000ന്റെ സ്ഥാനത്ത് എല്ലാവരും സോറി ഇവിടെ 9, 2 പ്രാവശ്യം മാത്രം 1 വന്നേക്കുന്നത്. സോ അപ്പോൾ ഇനി 3 നമ്പറുകളിൽ 1000ന്റെ സ്ഥാനത്ത് 9 ഉണ്ട്. There are 3 numbers. So look, then what we will do? We will first select this number 9201, 9021, 900, 2010. In this 9210 is greatest. Why? 1000ന്റെ പ്ലേസിലുള്ളത് 9 ആണ്, 100ന്റെ പ്ലേസിലുള്ളത് 2 ആണ്, 10ന്റെ പ്ലേസിലുള്ളത് 1 ആണ് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ പ്ലേസ് വാല്യൂ ചെക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇതുപോലെ എന്തോ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? പിന്നെ ആൻസർ ആണോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ മോളെ? പേജ് നമ്പർ 2 കമ്പയറിംഗ് നമ്പേഴ്സ് കണ്ടില്ലേ? അൺമ്യൂട്ട് യുവർസെൽഫ് and say unmute yourself. Anna Rose, unmute. Yes miss. എന്താ മോളെ സംശയം? ഞാനൊന്നും പിന്നെ ആരാണ് ടീച്ചർ ചോദിച്ചേ? ഏഞ്ചലോ? മോളെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഏഞ്ചൽ, എന്തെങ്കിലും സംശയം ഉണ്ടോ? എത്രാമത്തെ ആണോ മോളെ? പേജ് നമ്പർ 2 അതിൽ കമ്പയറിംഗ് നമ്പേഴ്സ് കണ്ടില്ലേ? അതിലെ സെക്കൻഡ്. യെസ് അതന്നെ. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഹിയർ? 9210. Okay, like that there is a box. Try this. ആ പേജ് എടുക്കാം, ആ സെയിം പേജിൽ തന്നെ. Can you okay, try this എന്ന ബോക്സ് എടുക്കാം. അതിലെ ഫസ്റ്റ് ഓൾറെഡി ഡൺ ഫോർ യു. ദെൻ സെക്കൻഡ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1473, 89,423, 100, 5,310 അല്ലേ? How many numbers are there? How many? Good, 5 numbers. Ini we want to find greatest and smallest numbers. Okay, use നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതിക്കോളൂ. ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതാം. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ടീച്ചർ ഇനി ഒന്നും പറഞ്ഞു തരൂല. ഓക്കെ, കുറച്ച് സമയം തരും. ആ കണക്ക് നിങ്ങൾ തന്നെ ചെയ്യാവോ എന്ന് നോക്കിക്കേ. തെറ്റിയാ പേടിക്കണ്ട കേട്ടോ. എന്നാലും നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കിയേ. ടീച്ചർ പറഞ്ഞ കാര്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയണ്ടേ? അവര് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സംഖ്യ എഴുതിയിട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഒരു സംഖ്യ എഴുതിയിട്ട് ഈസ് ദ സ്മോളസ്റ്റ് എഴുതിയാ പോരെ? ജി എന്ന് എഴുതിയാ മതി. ഗ്രേറ്റസ്റ്റ് സ്മോളിന് എഴുതിയാൽ മതി. അത്രയും വലുപ്പത്തിൽ നമുക്ക് സ്ഥലമില്ലല്ലോ.
ജി എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് നമ്പർ. മധുരമായി സംസാരിക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞില്ലേ എന്താണ് അനിയത്തി അല്ലെങ്കിൽ അനുജൻ അല്ലെങ്കിൽ സഹോദരൻ എന്നോട് മധുരമായി സംസാരിക്കാറില്ല, ദേഷ്യപ്പെടുന്നു. നിങ്ങളെ സ്വഭാവ മോശം കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലേക്ക് വളരെ മോശമല്ലേ. നിങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതല്ലേ നമുക്ക് തിരിച്ചു എഡ്വിന്റെ ഇതില്ല. പെരുമാറിയൊക്കെ നിങ്ങളുടെ അനുജനോട് അനുജത്തിയോടും വഴക്കൊന്നും കൂടാതെ എന്ത് സഹിച്ചുകൊണ്ട് തന്നാണ് സഹിക്കാം. ഇത് നിങ്ങളൊക്കെ 2 ദിവസം ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. അത് നിങ്ങളൊന്നും ചെയ്യും. നിങ്ങൾ മധുരമായിട്ട് ഭാവിയില അല്ലേ റെഡി ഇപ്പൊ തന്നെ റെഡി. നിങ്ങൾ ക്ഷമിച്ചു നോക്കുക. ഹിന്ദിന്റെ പറഞ്ഞ് അപ്പൊ എന്ത് ക്ഷമിച്ചു നിൽക്കാൻ പറ്റുന്നു ഒന്ന് കഴിഞ്ഞു നോക്കി. 2 ദിവസം നിങ്ങൾ നിങ്ങളുടെ അഞ്ചിനോട് അഞ്ചിന്റെ സ്നേഹത്തോടെ എന്തായിരുന്നു പഠിപ്പിച്ചേ, എന്താ എനിക്ക് വായിക്കാനുള്ളത്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, ഓക്കെ റെഡി. പറയാൻ തന്നെ സായി കൃഷ്ണ, say the first answer. Which is the greatest number here? ഞങ്ങൾ പെരുമാറുന്നത് ഇന്ന് ഒരു ദിവസം Sai Krishna, unmute yourself and say. ഒന്ന് താഴെ ക്ഷമിച്ചു നോക്കുക. 9,042 423 is Great. the greatest number. And smallest? Smallest. പറമോനെ 100. ഓക്കെ. എല്ലാവർക്കും ഈ ഉത്തരമാണോ കിട്ടിയേ? Yes. ആർക്കെങ്കിലും തെറ്റായ ആളെ കിട്ടിയോ? തെറ്റായ നമ്പർ കിട്ടിയോ? കിട്ടിയോ? ആർക്കാണത്? ആദിത്യൻ. ശരിയായ നമ്പർ കിട്ടി. എന്താ മിസ്റ്റേക്ക് പറ്റിയത് ആദിത്യ? എവിടാ മിസ്റ്റേക്ക് പറ്റിയേ? ഐ കാൻ ഹിയർ യു. മിസ്റ്റേക്ക് ഒന്നും പറ്റിയില്ല. ഇല്ല. ഓക്കെ ഗുഡ്. പക്ഷെ കിട്ടിയില്ലേ? മനസ്സിലായോ? ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 89,423. സ്മോളസ്റ്റ് നമ്പർ 100. റെഡി? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്തേ? അതിന്റെ ഡിജിറ്റ്സ് എന്താ കൂടുതല് 89,423 ഡിജിറ്റ്സ് 3 എണ്ണമാണ് 100-ല്. അത് 310 ഉണ്ട്. പ്ലേസ് വാല്യൂ 100 ആണ് സ്മോളസ്റ്റ്. റെഡിയാണോ ഷഹാന? ഷഹാന ശരിയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കി ആ വരുന്ന 2 ഭാഗം ഇപ്പൊ ടീച്ചർ ചെയ്യിക്കണോ? ഇനി ഒന്നുകൂടെ നോക്കണോ? എന്നാ ഡു ദ നെക്സ്റ്റ് വൺ ഓൾസോ. 1,834 75,284 111 2,333 450. ഓക്കെ, ഡു ദിസ്. ഇത് ചെയ്തോ മക്കളെ? ഇതും കൂടെ ചെയ്യ. ഡൺ. ഗുഡ്. അതുൽ ചെയ്തോ? ഗുഡ് ഗുഡ്. Right. Okay. Grace, this is your turn. Grace, this is your turn. Are you ready? Are you ready? Say the answer. Which one? 75,200. Not clear. Which one? 75,284. Okay. Then smallest? Smallest? 111. Okay. Good. എല്ലാവർക്കും ആൻസർ തന്നെയാണോ? ആൻസർ തന്നെയാണോ? അപ്പൊ നിങ്ങളെല്ലാം ശരിയായ തീരുമാനം തന്നെ എടുത്തല്ലേ? അല്ലേ? ശരിയായ ആളെ തന്നെയാ വിന്നർ ആയത് എടുത്തത്.
നിങ്ങളല്ലേ തീരുമാനിച്ചത് ആരാ വലുത് ആരാ ചെറുതെന്ന് അല്ലേ? ആ സോ ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടോ, ട്രൈ ദീസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു തരണം. ടീച്ചർ നോട്ട് അയച്ചു തന്നതിനകത്ത് സ്പേസ് വിട്ടിട്ടുണ്ട്, അതിനകത്ത് തന്നെ നോട്ട് ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഗുഡ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, അല്ലെ ടീച്ചറെ വിളിക്കണം. ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് എണ്ണം കൂടി കേട്ടില്ല മോളെ. ട്രൈ ദീസിലുള്ളതില് ഉണ്ട് ടീച്ചർക്ക് അറിയാം. ഒന്നും കൂടെ ഉണ്ട്, ടീച്ചർക്ക് അറിയാം. നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ നമുക്ക് സമയം നഷ്ടപ്പെടുത്തണ്ടല്ലോ ഓർത്ത് ടീച്ചർ പോയതാ. അതൊരു ചെയ്യണോ? മിസ് അത് ചെയ്തു. ഓക്കെ എന്നാ ഇപ്പൊ ആൻസർ പറയണ്ട. ചെയ്യണോ? അതെ ചെയ്തൊരു പറയണ്ട. എഡ്വിൻ, ഹലോ എഡ്വിൻ. ഓക്കെ ഓക്കെ then say the answer. Lakshmi Priya, unmute yourself. Say the answer. Say the answer. Fourth one. 12,002. 2. What do you mean by 2? Mole fourth one. 2,853, 7,691, 9,999, 12,002, 124. Which is smallest? 124. Greatest? 12,002. 1,002. 12,002. Yes. Okay. നെക്സ്റ്റ് ടീച്ചർ ഇച്ചിരി സ്പീഡാണ്. നമ്മൾ ആദ്യമേ തന്നെ ഇത്ര സ്പീഡിൽ പോയില്ല, നമ്മുടെ പോർഷൻ തീർന്നില്ല. എളുപ്പമുള്ള ഭാഗങ്ങൾ ടീച്ചർ വേഗം വിടുവാ കേട്ടോ. അടുത്തത് നമുക്ക് ഹൗ മെനി നമ്പേഴ്സ് യു ക്യാൻ മേക്ക് എന്നാണ്. ഹൗ മെനി നമ്പേഴ്സ് യു ക്യാൻ മേക്ക് യൂസിങ് ഡിജിറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് എത്ര നമ്പറുകൾ ഉണ്ടാക്കാം. ഇതും ഒരു കളികൾ തന്നെയാണ്. ഓക്കെ, എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ നമ്പർ പല കണ്ടീഷൻസ് അവർ തരും. ഒന്നാമത്തെ കണ്ടീഷനില് there is no repetition of numbers, digits. ഓക്കെ, അതായത് നമുക്ക് നമ്പേഴ്സ് തന്നപ്പം അത് റിപ്പീറ്റേഷൻ നടത്താൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ഒരു നമ്പർ 2 തവണ ഉപയോഗിക്കാം. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻസ് പറഞ്ഞാല് അവര് ഓരോ നമ്പറിന്റെയും സൗണ്ട് ഇല്ല. ഇപ്പൊ കിട്ടിയോ മോളെ? അതായത് നമ്മള് ഇപ്പം പഠിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഹൗ മെനി നമ്പേഴ്സ് വി ക്യാൻ മേക്ക്, എത്ര നമ്പറുകൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. എത്രത്തോളം ഉണ്ടാക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും അതിനെപ്പോഴും. എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം. അതിലും നമ്മളാണ് ഓടിയെത്തുന്നത്. ഏറ്റവും കൂടുതൽ നമ്പർ ഉണ്ടാക്കുന്ന ആളാണ് അവിടെ ടോപ്പ് എത്തുന്നത്. നമുക്ക് നമ്പേഴ്സ് തരും, പക്ഷെ there are conditions also. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് നമ്മള് നമ്പേഴ്സ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഒരു തവണ മാത്രം റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞാല് they will say the place value of digits. ഒരു ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ അവർ പറയും. ആ പ്ലേസ് വാല്യൂ കീപ്പ് ചെയ്ത് നമ്മൾ നമ്പർ ഉണ്ടാക്കണം. മനസ്സിലായോ? കണ്ടീഷൻസ് മനസ്സിലായോ? ഒന്ന്, നമ്പർ ആവർത്തിക്കാനേ പാടില്ല. രണ്ടാമത്തേത് ഒരു നമ്പർ ഒരു തവണ ആവർത്തിക്കാം. മൂന്നാമത്തേത് അവർ പ്ലേസ് വാല്യൂ തരും. ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ പ്ലേസ് വാല്യൂ തരും. ആ പ്ലേസ് വാല്യൂ കീപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം. വെരി ഈസി. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഫസ്റ്റ് വൺ 2874. നമ്മൾ 4 ഡിജിറ്റ് നമ്പറിന്റെ കളിയാണ് കളിക്കുന്നത് കേട്ടോ. 4 ഡിജിറ്റ് നമ്പറാണ് നമ്മളുടെ 2874. ഓക്കെ, ഇതില് we want to find the greatest and smallest. In this case we want to find greatest number and smallest number. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് ഇതിനകത്താണ് ആരാണ് വലിയ നമ്പർ ആരാണ് ചെറിയ നമ്പർ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ?
എത്ര എണ്ണം ഉണ്ടാക്കാമെന്നല്ല, എത്ര ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ 2874. 2874. അപ്പൊ വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഹിയർ? ആ